ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വാഗത വാക്കുകൾക്കെല്ലാം പ്രത്യേകം നന്ദി. അപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചും യാമപ്രാർത്ഥനയെക്കുറിച്ചുമാണ് നമ്മുടെ ഈ 3 ദിവസത്തെ ക്ലാസ്സുകൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിശുദ്ധ കുർബാന നമ്മളെല്ലാവരും അനുദിനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ്. വിശുദ്ധ കുർബാനയെ കൂടുതൽ അനുഭവതലത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. അതിൻ്റെ ഒരു ദൈവശാസ്ത്ര വശം എല്ലാം കുറേയും കൂടെ മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ എപ്പോഴും പറയാറുണ്ട് സജീവമായ പങ്കാളിത്തം. അപ്പോൾ സജീവമായ പങ്കാളിത്തത്തിന് സഹായകരമാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകളും പഠന ശിബിരങ്ങളുമെല്ലാം. മാത്രമല്ല ഇത് നമ്മുടെ വടവാതൂർ സെമിനാരിയുടെ ഒരു എക്സ്റ്റൻഡഡ് ആയിട്ടുള്ള ഒരു ഡിപ്ലോമ കോഴ്സും കൂടിയാണല്ലോ നെഹമിയ തിയോളജിക്കൽ സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. അതുകൊണ്ടാണ് വടവാതൂർ സെമിനാരിയിൽ നിന്ന് അധ്യാപകരെല്ലാം ഇങ്ങനെ ഇവിടെ വരികയും ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നതും. ഇപ്പോൾ ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാന, അത് ഇന്നും നാളെയായിട്ട് നമുക്ക് വിശുദ്ധ കുർബാനയുടെ അർത്ഥതലങ്ങളൊക്കെ കാണാം. ഞായറാഴ്ച യാമപ്രാർത്ഥനയെക്കുറിച്ചും കാണാം. കാരണം കൂടുതൽ സമയം നമുക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട്, യാമപ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടെന്ന് അല്ല എൻ്റെ അർത്ഥം. അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഞായറാഴ്ച 2-3 ക്ലാസ്സുകളോളം കിട്ടുമല്ലോ. അപ്പോൾ അന്നേരം യാമപ്രാർത്ഥനയെക്കുറിച്ചും നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കാനോ എന്തെങ്കിലും ധാരാളം സമയം കിട്ടുമല്ലോ. ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ലിറ്റർജിയുടെ പ്രാധാന്യമെല്ലാം പറഞ്ഞ് വിശുദ്ധ കുർബാനയുടെ ചരിത്രം, അതിൻ്റെ പ്രാർത്ഥനയുടെ അർത്ഥം, ആ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലിറ്റർജി എന്ന് പല പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ആരാധനക്രമം അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നായിരുന്നു നിങ്ങളെടുത്തത്? ഏതാ? പൗലോസ്ലീഹായെക്കുറിച്ച് ലേഖനങ്ങൾ അല്ലേ? വടക്കേലച്ചനല്ലേ വന്നെടുത്തത്? ആണോ? അതെ അല്ലേ? അപ്പോൾ ബൈബിള്, ലിറ്റർജി ഇതെല്ലാം തുല്യ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ്. ലിറ്റർജിയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് വത്തിക്കാൻ കൗൺസിൽ വിശേഷിപ്പിക്കുന്നത്. കാരണം ക്രൈസ്തവ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തി പോലെയാണ് ഈ ആരാധനക്രമം നിലകൊള്ളുക. ആരാധനക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധ കുർബാന, യാമപ്രാർത്ഥന, കൂദാശകൾ, ഇതെല്ലാം ലിറ്റർജിയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം വളർത്തിയെടുക്കുന്നതിലും അതിനെ ചിട്ടപ്പെടുത്തുന്നതിലും ലിറ്റർജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ഈ വിശ്വാസത്തെക്കുറിച്ചൊക്കെ ആദ്യം കേൾക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടവക ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലിയിലൂടെയുമൊക്കെ അല്ലേ? അപ്പം അതുകൊണ്ട് കൂദാശകൾ ലിറ്റർജിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ ആദ്യത്തെ കൂദാശ മാമോദീസ, അതിലൂടെയാണ് നമ്മൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത് തന്നെ. ഇങ്ങനെ നോക്കുമ്പോൾ ലിറ്റർജിയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നമ്മൾ കാണുന്നത്. അവസാനം വരെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രചോദന ശക്തിയായിട്ടാണ് ആരാധനക്രമം നിലകൊള്ളുക. ലിറ്റർജിയിൽ ആരാ പ്രവർത്തിക്കുന്നത്? ഈശോ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ലിറ്റർജി പരിശുദ്ധമാണ്. ഈശോയാണ് ലിറ്റർജിയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ലിറ്റർജിയിൽ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ കൂദാശകളൊക്കെ പരികർമ്മം ചെയ്യുന്നത് വൈദികരാണ്. പക്ഷേ വൈദികർ എന്നുള്ള രീതിയിലല്ല, മറിച്ച് മിശിഹായുടെ പ്രതിനിധികൾ എന്നുള്ള രീതിയിലാണ് ഈ പുരോഹിതൻ കൂദാശകൾ പരികർമ്മം ചെയ്യുന്നതുമെല്ലാം. അതുകൊണ്ട് ലിറ്റർജി എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെ ജനിപ്പിക്കുന്നതും വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതുമായ ഒരു ഘടകമാണ്. അതുപോലെ തന്നെ നമ്മുടെ സഭാത്മക ജീവിതത്തിലേക്കും നയിക്കുന്ന ഒരു ഘടകമാണ്. വിശ്വാസത്തെ വളർത്തുന്നതും സഭയിലേക്ക് നയിക്കുന്നതുമെല്ലാം ലിറ്റർജി തന്നെയാണ്. അതുകൊണ്ടാണ്
സഭയുടെ ആരാധനക്രമത്തെക്കുറിച്ചുള്ള ഒരു രേഖയുണ്ട്, ഒരു പ്രമാണ രേഖയുണ്ട്. അതിൻ്റെ പേരറിയാവോ? സാക്രോസാന്തം കൊൺചീലിയം. ഇവരെല്ലാവരും കേട്ടിട്ടില്ലായിരിക്കും, FCCക്കാർക്കൊക്കെ അറിയായിരിക്കും, എല്ലാവർക്കും അത് അറിയണമെന്നില്ല. സാക്രോസാന്തം കൊൺചീലിയം ലത്തീൻ വാക്കാണ്, അതൊരു പ്രമാണരേഖയാണ്. അതിൻ്റെ അർത്ഥം ആരാധനക്രമം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വത്തിക്കാൻ കൗൺസിലിൽ പല പ്രമാണരേഖകളും ഡിഗ്രികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരാധനാക്രമത്തെക്കുറിച്ച് പറയുന്ന ഒന്നാണ് ഈ പറഞ്ഞ സാക്രോസാന്തം കൊൺചീലിയം അല്ലെങ്കിൽ ആരാധനാക്രമം എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനകത്ത് പറയുന്നതാണ് അവിടെ എഴുതിയിട്ടില്ല അല്ലേ? സാക്രോ, SACRO, സാങ്ക്തും, SANCTUM, SAN സാൻതും, TUM, SAN തും, TUM, കൊൺചീലിയും, CONCILIUM, കൊൺചീലിയം. അല്ലെങ്കിൽ ആരാധനക്രമം എന്ന് ഓർത്തിരുന്നാൽ മതി. കൊൺചീലിയും. അപ്പോൾ ഇതിനകത്ത് പറയുന്നതാണ് ലിറ്റർജി ഈസ് ദ സബ്മിറ്റ് ടുവേർഡ്സ് ഈസ് ദ സോഴ്സ് ഫ്രോം വിച്ച്, അതായത് ക്രിസ്തീയ അല്ലെങ്കിൽ സഭയുടെ ശക്തി മുഴുവനും നിർഗളിക്കുന്ന ഉറവയാണ് ആരാധനക്രമം എന്നാണ് പറഞ്ഞിരിക്കുക. അതുപോലെ തന്നെ CCC, ഈ സഭയുടെ ഓരോ പ്രമാണ രേഖകളും ഡോക്യുമെൻറ്റുകളും ഒക്കെയാണത്. CCC എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്. അതിനകത്ത് പറയുകയാണ്, ഇൻ ലിറ്റർജി ദ ചർച്ച് സെലിബ്രേറ്റ്സ് ദ പാസ്കൽ മിസ്റ്ററി ബൈ വിച്ച് ക്രൈസ്റ്റ് അക്കംപ്ലിഷ് ദ വർക്ക് ഓഫ് സാൽവേഷൻ. അതായത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷമാണ് ഈ ആരാധനക്രമത്തിൽ സഭ കൊണ്ടാടുന്നത്. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശോയുടെ ജനനം, മരണം, ഉത്ഥാനം, രണ്ടാമത്തെ ആഗമനം. ഇതൊക്കെയാണ് ഈ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആഘോഷമാണ് വാസ്തവത്തിൽ ഈ ആരാധനക്രമം എന്ന് പറയുന്നത്. പിന്നെ ലിറ്റർജി ഈസ് ദ ട്രഷർ ഓഫ് ദ ചർച്ച്. ലിറ്റർജി സഭയുടെ ഒരു നിധിയാണ് ആരാധനക്രമം എന്നുള്ളത്. അപ്പോൾ ലിറ്റർജിയുടെ സൂക്ഷിപ്പുകാരും കാവൽക്കാരുമാണ് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് വൈദികർ. അത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലിറ്റർജി സഭയുടെ ഒരു പൊതു സമ്പത്താണ്. വിശുദ്ധ കുർബാനയാകട്ടെ, യാമപ്രാർത്ഥനയാകട്ടെ, കൂദാശകളാകട്ടെ, നമ്മളാരും ഏതെങ്കിലും ഒരു വൈദികൻ രചിച്ചതല്ലാതെ സഭയ്ക്ക് പാരമ്പര്യങ്ങളിലൂടെ സഭാപിതാക്കന്മാരിലൂടെ എല്ലാം കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പറയുന്നതാണ് ഇറ്റ് ഈസ് എ ട്രഷർ ഓഫ് ദ ചർച്ച്. അപ്പോൾ അങ്ങനെ സഭയുടെ സമ്പത്താണെങ്കിൽ അത് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ട് അതിൽ മാറ്റം വരുത്താൻ പറ്റുമോ? അതാണ് അതിൻ്റെ സൂചന. അതായത് അതുകൊണ്ടാണ് നമ്മുടെ കുർബാന തക്സയിലൊക്കെ ഉണ്ട്. ഈ കുർബാന തക്സയിൽ കൊടുത്തിരിക്കുന്ന പാട്ടുകളും പ്രാർത്ഥനകളിലും ഒരു വ്യത്യാസം വരുത്താനും നമുക്ക് അവകാശമില്ല. അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെ സമീപിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ആരാധനക്രമത്തെയും സമീപിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ആഘോഷിക്കേണ്ടതും. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ മാറ്റങ്ങൾ വല്ലതും വരുത്തുമോ? വായിക്കുമ്പോൾ അത് ആ അധ്യായം ഒരു രസമില്ല, എന്നാൽ വേറെ മാറ്റിയൊന്ന് വായിച്ചേക്കാം, നമ്മുടെ രീതിയിലൊന്ന് വ്യാഖ്യാനിച്ച് വായിച്ചേക്കാം, അങ്ങനെ ചെയ്യില്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ആരാധനക്രമവും പ്രധാനപ്പെട്ടതാണ്. സഭയുടെ ഏതാണ് വലിയ രണ്ട് കാര്യങ്ങളാണ് ആരാധനക്രമവും വിശുദ്ധ ഗ്രന്ഥവും. സഭയുടെ ആ ഒരു വിശ്വാസത്തെ താങ്ങി നിർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് ആരാധനക്രമവും വിശുദ്ധ ഗ്രന്ഥവും. അതാണ് അതിൻ്റെ അർത്ഥം.
അതുകൊണ്ട് നമുക്കാർക്കും ഈ ആരാധനക്രമ പുസ്തകങ്ങളിൽ, ഗ്രന്ഥങ്ങളിലൊന്നും മാറ്റം വരുത്താനായിട്ട് അവകാശം ഇല്ല. അതായത് ഒരു ഇന്നിപ്പോൾ ഏതാണ് കുർബാനയിൽ ഒരു പ്രാർത്ഥന, എല്ലാ ദിവസവും ഇത് തന്നെയല്ലേ ചെല്ലുന്നത്, എന്നാൽ കാർമ്മികം ചിന്തിക്കുവാണ്, എന്നാൽ ഇന്ന് വേറെ ഒരു പ്രാർത്ഥന സ്വയം പ്രേരിതമായിട്ട് അങ്ങ് ചെല്ലും. അങ്ങനെ ചെല്ലാനായിട്ട് നമുക്ക് മറ്റവസരങ്ങളൊക്കെ ഉണ്ട്. അതായത് നൊവേനയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭക്താഭ്യാസങ്ങളിലൊക്കെ അല്പം മാറ്റം വരുത്തിയാലും സഭ അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിലോ ഈ ലിറ്റർജിയുടെ നേരിട്ടുള്ള കാര്യങ്ങൾ, കൂദാശകളിലോ ഒന്നും മാറ്റം വരുത്താൻ സഭ അനുവദിക്കുകയില്ല ഒരു സഭയിലും. നമ്മളിപ്പം ആദ്യം സൂചിപ്പിച്ചില്ലേ, നമ്മൾ എത്ര സഭകളുണ്ടെന്നാണ് പറഞ്ഞേ? 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. 24 വ്യക്തിഗത സഭകൾ. അതിനകത്ത് ഏറ്റവും വലിയ വ്യക്തിഗത സഭയാണ് ലത്തീൻ സഭ എന്ന് പറയുന്നത്. പിന്നെ 23 പൗരസ്ത്യ സഭകളാണ് നമുക്കുള്ളത്, നമ്മുടെ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലുള്ളത്. അതിൽ നമ്മുടെ സഭ എണ്ണം കൊണ്ടും ആളുകൊണ്ടും എല്ലാം ഏറ്റവും വലിയ ഒരു സഭ തന്നെയാണ് സിറോ മലബാർ സഭ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ പൗരസ്ത്യ സഭയായിട്ട് അറിയപ്പെടുന്നത് ഉക്രേനിയൻ സഭയാണ്. ഉക്രേനിയൻ സഭ നമ്മുടെയാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഏകദേശം 55 ലക്ഷം ആളുകളുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സിറോ മലബാർ സഭയിൽ. അതേസമയം ഉക്രേനിയൻ സഭയിലാകട്ടെ 65 ലക്ഷത്തോളം ആളുകളാണ് ഉള്ളത്. ബാക്കി സഭകളിലൊക്കെ താരതമ്യേന കുറവാണ്. അപ്പോൾ അങ്ങനെ 24 സഭകളാണ് ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞത് ഈ ആരാധനക്രമത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ഒക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വത്തിക്കാൻ കൗൺസിൽ 2 ലക്ഷ്യങ്ങളാണ് ആരാധനക്രമത്തിനുള്ളതായിട്ട് പറയുക. 2 ലക്ഷ്യങ്ങൾ. ഒന്ന് ദൈവസ്തുതി, മനുഷ്യൻ്റെ വിശുദ്ധീകരണം, ദൈവത്തെ സ്തുതിക്കുക. ലിറ്റർജിയിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എടുത്തു നോക്കിയാൽ കാണുന്നത് എന്താണ്? എല്ലാം ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, പുകഴ്ത്തുന്നു, ഇങ്ങനെയുള്ള സ്തുതിപ്പുകളാണ് കൂടുതലുമായിട്ടുള്ളത്. ലിറ്റർജിയിൽ കാണുന്നതേ നമ്മളാദ്യം ദൈവത്തിന് നന്ദി പറയുന്നു, അങ്ങയെ വാഴ്ത്തുന്നു, അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇതാണ് ലിറ്റർജിയുടെ ഒരു പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. പുറപ്പാട് പുസ്തകത്തിൽ കാണും. പുറപ്പാട് പുസ്തകത്തിൽ എന്നാന്ന് ചോദിച്ചാൽ ഈ മോശ ഫറവോയുടെ അടുത്ത് എന്ന് എന്നാ പറയണേ? എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ആരാധിക്കാൻ വേണ്ടി. അപ്പോൾ ആദിമകാലം മുതൽ ദൈവാരാധന എന്നുള്ളത് ഇസ്രായേൽ ജനത്തിൻ്റെയും തുടർന്നുള്ള എല്ലാ ദൈവജനത്തിൻ്റെ എല്ലാം ഒരു പ്രഥമ ലക്ഷ്യങ്ങളിൽ ഒന്നായിട്ട് കാണാനായിട്ട് സാധിക്കും. ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇസ്രായേൽക്കാർക്കാകട്ടെ ക്രൈസ്തവർക്കാകട്ടെ എല്ലാം ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക. ഇപ്പോൾ ഈ ഹൈന്ദവ പാരമ്പര്യത്തിലാണെങ്കിലും എല്ലാം ഈ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു അഭിവാഞ്ച എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട്. അപ്പോൾ ലിറ്റർജി അതിനുള്ള സാഹചര്യവും സൗകര്യവും എല്ലാം ഒരുക്കുന്ന ഒന്നാണ് ലിറ്റർജി. അതുപോലെ തന്നെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതോടൊപ്പം തന്നെയുള്ളതാണ് എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ്റെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ ഓഫ് മാൻ. മനുഷ്യനെ പാപത്തിൽ നിന്നും വിശുദ്ധീകരിക്കുക, കൂടുതൽ നന്മയുള്ളവനാക്കി തീർക്കുക. ഇങ്ങനെയുള്ള മനുഷ്യ വിശുദ്ധീകരണം വിശുദ്ധ കുർബാനയുടെ പ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്നാണ് മനുഷ്യൻ്റെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഇതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യൻ്റെ വിശുദ്ധീകരണം. എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ, ഇങ്ങനെ എന്നെ ശുദ്ധീകരിക്കണമേ, ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുപ്പിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകും. ഇങ്ങനെ എല്ലാ പ്രാർത്ഥനകളും നോക്കുമ്പോൾ
മനുഷ്യ വിശുദ്ധീകരണം ആരാധനക്രമത്തിൻ്റെ ഒരു പ്രഥമ ലക്ഷ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ലിറ്റർജിയുടെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്. വിശുദ്ധ കുർബാന, യാമപ്രാർത്ഥന, കൂദാശകൾ, കൂദാശാനുകരണങ്ങളെല്ലാം ലിറ്റർജിയിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ എത്ര പേരുണ്ട് ഈ ക്ലാസ്സിൽ? 40 പേരുണ്ടോ? 30? ആ ഉവ്വ. ആ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ വിദേശികളെയും പരദേശികളെയും സ്വദേശികളെയും എല്ലാം ഈ ക്ലാസ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെ 30 പേര് ഏകദേശം. ആ ഉവ്വ. ഇങ്ങോട്ട് വരുമോ? ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാ സർട്ടിഫിക്കറ്റ് തരുള്ളൂ, ചുമ്മാ സർട്ടിഫിക്കറ്റ് ഒന്നും തരില്ല. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, അതായത് ല്യൂമൻ ജൻസിയം അതിനകത്ത് പറയുന്നത് ഏതാ? ജനതകളുടെ പ്രകാശം എന്നുള്ള ഈ പ്രമാണരേഖയിൽ പറയുന്നതാണ്. അതായത് ല്യൂമൻ ജൻസിയം നമ്പർ 11 അതിൽ പറയുകയാണ്, വിശുദ്ധ കുർബാനയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രവും അതിൻ്റെ ഉറവയും അതിൻ്റെ ഉച്ചസ്ഥാനവും എന്നുള്ള രീതിയിൽ, ഫോണ്ട് ആൻഡ് അപ്പെക്സ്. അതുപോലെ തന്നെ മറ്റൊരു ഡോക്യുമെൻ്റാണ് യൂണിറ്റാറ്റിസ് റെഡംറ്റഗ്രാസിയോ. അതിനകത്ത് പറയുന്നതാണ്, യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ഇസ് എ സോഴ്സ് ഓഫ് എക്ലേസിയൽ ലൈഫ് ആൻഡ് പ്ലെഡ്ജ് ഓഫ് ദ ഫ്യൂച്ചർ ഗ്ലോറി. പിന്നെ ജോൺ പോൾ രണ്ടാമൻ പറയുന്നു, വിശുദ്ധ കുർബാന സഭയെ പണിതുയർത്തുന്നു എന്നും വിശുദ്ധ കുർബാന. അതുപോലെ നമ്മളിപ്പോൾ ജോൺ പോൾ സെക്കൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഏതാണ്, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയും, ദ യൂക്കറിസ്റ്റ് is a mystery to be believed. Eucharist is a mystery to be celebrated. Eucharist is a mystery to be lived. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നതാണ്. അതായത് വിശ്വസിക്കേണ്ട രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. നമ്മുടെ അടിസ്ഥാനമായ വിശ്വാസം വിശുദ്ധ കുർബാനയിലാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണല്ലോ. അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ വിശുദ്ധ കുർബാനയുടെ മധ്യേ ഈശോ സന്നിഹിതനാകുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്, വിശ്വസിക്കേണ്ട രഹസ്യം. നമ്മുടെ എല്ലാ ബുദ്ധിയും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ പൂർണ്ണമായിട്ടും സമർപ്പിക്കുകയാണ്. അപ്പോൾ വിശ്വസിക്കേണ്ട രഹസ്യമാണ് വിശുദ്ധ കുർബാന എന്നുള്ളത്. നമ്മുടെ വിശ്വാസത്തെ രൂപപ്പെടുത്തുകയും ആഴപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത് വിശുദ്ധ കുർബാന തന്നെയാണ്. അപ്പോൾ വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസമാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തെ വളർത്തുന്നതും പോഷിപ്പിക്കുന്നതും എല്ലാം. അതുകൊണ്ട് ഇറ്റ് ഈസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്, വിശ്വസിക്കേണ്ട രഹസ്യമാണ്. നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്നവരാണ് താനും, അല്ലേ? അപ്പോൾ ഈസ് എ മിസ്റ്ററി ടു ബി ബിലീവ്ഡ്. രണ്ടാമത്തത് ഈസ് എ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്, ആഘോഷിക്കേണ്ട രഹസ്യമാണ്. നമ്മൾ
ഞായറാഴ്ചയും മറ്റ് ദിവസങ്ങളിലുമെല്ലാം വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ പങ്കുചേരുന്നു. സജീവമായിട്ടുള്ള പങ്കാളിത്തമാണ് നമ്മളിൽ നിന്നുമെല്ലാം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ്. സൈൻസ് ആൻഡ് സിമ്പിൾസ്, ഇതിലൂടെയാണ് നമ്മൾ വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നത്, അല്ലേ? ഇപ്പം എല്ലാ അടയാളങ്ങളുടെയും പ്രതീകങ്ങളുടെയും അർത്ഥം ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. എന്നാലും വിശുദ്ധ കുർബാനയിൽ ധാരാളം അടയാളങ്ങളും പ്രതീകങ്ങളുമുണ്ട്. ആദ്യന്തം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധാരാളം അടയാളങ്ങളും പ്രതീകങ്ങളും ഉണ്ട് വിശുദ്ധ കുർബാനയിൽ. ഏതാ നിങ്ങൾക്കറിയാവുന്ന ഒരു അടയാളവും പ്രതീകവും? പരിശുദ്ധാത്മാവിൻ്റെ അതെങ്ങനെയാണ്, എന്ന അടയാളമാണ് അതിന് കാണിക്കുന്നത്? ഏതാ? ഇങ്ങനെ കാർമികൻ കരങ്ങൾ ഇങ്ങനെ പിടിക്കുന്നു, അല്ലേ? ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു അടയാളമാണ്, അതൊരു പ്രതീകം. പിന്നെ ഏതാണ്? അതെ, അപ്പവും പിഴിഞ്ഞും ആഘോഷമായിട്ട് ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് എന്തിൻ്റെ സൂചനയാണ്? ഈശോയുടെ പീഡാനുഭവ സ്മരണ, അതായത് കാൽവരി യാത്രയെ അനുസ്മരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഏതാണ്? ആദ്യം എടുത്തോ? എപ്പോഴാ? ആദ്യം അന്നാ പെസഹയ്ക്ക് മുമ്പാണോ? പ്രദക്ഷിണത്തിൽ, അല്ലേ? പ്രദക്ഷിണം. അപ്പം അതിൻ്റെ പ്രദക്ഷിണം ഒരു പ്രതീകമാണ്, ഒരടയാളമാണ്. അതായത് ഓരോ പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ആദ്യം എവിടെ നിന്നാണ് കാർമികം വരുന്നത്? സങ്കീർത്തിയിൽ നിന്നും മധുബഹായിലൂടെ എങ്ങോട്ട് വരുന്നു? ബേമയിലേക്ക് വരുന്നു. അപ്പോൾ മധുബഹ എന്തിൻ്റെ പ്രതീകമാണ്? സ്വർഗത്തിൻ്റെ പ്രതീകം. ബേമയോ? അപ്പോൾ ഹൈക്കലയോ? ഹൈക്കല ഭൂമിയുടെ പ്രതീകം. അപ്പം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നതായിട്ട്, പ്രത്യേകിച്ച് ബേമ ജെറുസലേമിൻ്റെ പ്രതീകമാണ്. കാരണം ജെറുസലേമിലാണ് ഈശോ തൻ്റെ പരസ്യജീവിതം ചെലവഴിച്ചത്. അപ്പോൾ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരുന്നത്, പ്രത്യേകിച്ച് ജെറുസലേമിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ് ആദ്യത്തെ പ്രദക്ഷിണം. ഇങ്ങനെ ഓരോ പ്രദക്ഷിണത്തിനും അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് ആ സമയത്ത് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് അടയാളങ്ങളും പ്രതീകങ്ങളിലൂടെയുമാണ് വിശുദ്ധ കുർബാന ആഘോഷിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്, അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി സെലിബ്രേറ്റഡ്. അടുത്തത് പറയുകയാണ് ഇറ്റ്സ് എ ലീവ്ഡ്, ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി ലീവ്ഡ്, ജീവിക്കേണ്ട രഹസ്യം. ഇത് നമ്മളിൽ നിന്നും അകലെ നിൽക്കുന്ന ഒരു ആഘോഷമോ ഒരു വിശ്വാസമോ അല്ല, മറിച്ച് വിശുദ്ധ കുർബാന എന്നുള്ള ജീവിത ബന്ധിയായിട്ട് തീരേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി ലീവ്ഡ് എന്ന് പറയുന്നത്. അതായത് ഫ്രാൻസിസ് അസീസി പറയും, നിങ്ങളെപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക, പക്ഷേ വാക്കുകൾ വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, വാക്കുകൾ കുറച്ച് മതിയെന്ന്. അതെ, അതാണ് ഇറ്റ്സ് എ മിസ്റ്ററി ടു ബി ലീവ്ഡ്. അതാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ക്രൈസ്തവ നമ്മുടെ ജീവിതവും നമ്മൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് സ്വീകരിക്കുന്ന ശക്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമായിട്ട് നിലകൊള്ളുന്നത്. നമുക്ക് സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഇഷ്ടം പോലെ സമയമില്ലേ? ഏതാ ഉണ്ടോ? നമുക്കൊരു മണിക്കൂറെങ്കിലും, അല്ലേ? അത് കഴിഞ്ഞ് നാളെ ഉണ്ടല്ലോ, നാളെ ഉണ്ട്, നാളെ കഴിഞ്ഞും ഉണ്ട്, അല്ലേ? അപ്പോഴേക്കും നമുക്ക് ഇടയ്ക്ക് എൻ്റെ പേരൊക്കെ എല്ലാവരുടെയൊക്കെ പേരൊക്കെ പഠിച്ച് പതുക്കെ. അപ്പോൾ അങ്ങനെ
ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും യൂക്രിസ്റ്റ് ഈസ് ഗോഡ്സ് ആൻസർ ടു ദ ഹങ്കർ ഓഫ് ദ ഹ്യൂമൻ ഹാർട്ട് എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയല്ല, ജോൺ പോൾ രണ്ടാമൻ പറയുന്നത്. എക്ലേസിയെ ഇത് യൂക്രിസ്റ്റിയയിൽ പറയുന്നത് അതാണ്. ജോൺ പോൾ രണ്ടാമൻ പറയുന്നതാണത്, എക്ലേസിയ ഇത് യൂക്രിസ്തീയ. അതുപോലെ തന്നെ പറയുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സംടൈംസ് എമംഗ് അവർ ഫെയ്ത്ത്ഫുൾ സം ബിലീവ് ദാറ്റ് യൂക്രിസ്റ്റ് ഈസ് മോർ എ സിമ്പിൾ ദാൻ ദ റിയാലിറ്റി. ഇറ്റ് ഈസ് മോർ ദാൻ എ സിമ്പിൾ, ഇറ്റ് ഈസ് ദ റിയാലിറ്റി, ഇറ്റ് ഈസ് ദ റിയൽ ആൻഡ് ലവിങ് പ്രസൻസ് ഓഫ് ദ ലോഡ്. യൂക്രിസ്റ്റ് ഈസ് നോട്ട് ഓൺലി എ സിംബോളിക് പ്രസൻസ് മാത്രമല്ല എന്ന് ഒരു അതിൻ്റെ കുർബാന എന്ന് പറയുന്ന ഈശോയുടെ ഒരു വെറും അടയാളം മാത്രമല്ല, ഇറ്റ് ഈസ് എ റിയാലിറ്റി, ഇത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇവിടെ ഈ ഹോളിലേക്ക് കയറാനായിട്ട് ഇവിടെ ഒരു ആരോ മാർക്ക് ഇട്ട് വയ്ക്കുന്നു. അതൊരു അടയാളം മാത്രമാണ് അല്ലേ? ആ ആരോ മാർക്കിന് എന്തെങ്കിലും ഒരു പ്രത്യേക സവിശേഷത വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു സിമ്പിൾ കാണിച്ചു എന്നോർത്ത്. പക്ഷെ അതുപോലെയല്ല വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. സംതിങ് ദ റിയൽ പ്രസൻസ് ഓഫ് ജീസസ്, അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ വിശുദ്ധ കുർബാന കൂദാശ കഴിഞ്ഞാൽ അത് വെറും ഒരു അടയാളം മാത്രമല്ല, ഈശോയുടെ ശരീരവും രക്തവുമായിട്ട് മാറുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ വിശുദ്ധ കുർബാന, വാട്ട് ഈസ് യൂക്രിസ്റ്റ്? അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു സംഗതിയല്ല. ഇതിൻ്റെ വിശുദ്ധ കുർബാനയുടെ ലിറ്റർജിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൻ്റെ അടിവേരുകൾ കിടക്കുന്നത് യഹൂദ ലിറ്റർജിയിലാണ്. യഹൂദരും ഈശോയും സിനഗോഗിലൊക്കെ പോയി പ്രാർത്ഥിച്ചിരുന്നില്ലേ? അപ്പോൾ ആ ഒരു ഘടനയിലാണ് നമ്മുടെ വിശുദ്ധ കുർബാന രൂപപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിശുദ്ധ കുർബാന രൂപപ്പെട്ടിരിക്കുന്നത് യഹൂദ പശ്ചാത്തലത്തിലാണ്. അതിൻ്റെ ഒരു പുതിയ നിയമ കാലഘട്ടത്തിൽ ആണ് വിശുദ്ധ കുർബാന രൂപീകൃതമായതെങ്കിലും അതിൻ്റെ പഴയ നിയമ പശ്ചാത്തലം വളരെ പ്രബലമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. യഹൂദ ആ പ്രാർത്ഥന രീതികളെല്ലാം നമ്മുടെ ആരാധനക്രമത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതെ, അതുകൊണ്ടാണ് പറയുന്നത് ആദിമസഭയിലുണ്ടായ ഒരു പുതിയ ഒരു സൃഷ്ടി എന്നതുകൊണ്ട് അതിനെ കുർബാനയെ വിളിക്കാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്ത്യൻ ലിറ്റർജി, ക്രിസ്തീയ ആരാധനക്രമം എന്നുള്ളതിൻ്റെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് യഹൂദ ആരാധനക്രമമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ നമ്മുടെ ഈ കുർബാനയിലുള്ള പല പ്രാർത്ഥനകളും നന്ദി പ്രകാശനങ്ങളും എല്ലാം യഹൂദ ശൈലിയുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണത് പറയുന്നത്. ഈ സ്തുതിപ്പുകളാകട്ടെ, കൃതജ്ഞത, ഇതെല്ലാം യഹൂദരുടെ രീതികളിൽ നിന്നാണ് ഇപ്പോൾ വായനകളെല്ലാം വന്നത്. യാമപ്രാർത്ഥന വേറെ ഒരു യഹൂദ പശ്ചാത്തലം ഉണ്ടെങ്കിലും യാമപ്രാർത്ഥനയുടെ രൂപീകരണം വേറെ ഒരു പശ്ചാത്തലത്തിലാണ്. യാമപ്രാർത്ഥനകളിൽ സങ്കീർത്തനങ്ങളൊക്കെ ഉണ്ടെങ്കിലും യാമപ്രാർത്ഥനകളുടെ രൂപീകരണത്തെക്കുറിച്ച് ഞാൻ പിന്നെ അത് പറയാം. പ്രത്യേകിച്ച് ഇത് വിശുദ്ധ കുർബാനയായിട്ട് ബന്ധിപ്പിച്ചാണ് നമ്മൾ ഇത് പറയുന്നത്. വിശുദ്ധ കുർബാനയിലാണ് കൂടുതൽ ഈ യഹൂദ പാരമ്പര്യങ്ങളും ശൈലികളും അതിൻ്റെ ഘടനയും എല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. യാമപ്രാർത്ഥനയിൽ പറയുമ്പോൾ ഇപ്പോൾ പറയാം. യാമപ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും ഈ ഓരോ രണ്ട് പാരമ്പര്യങ്ങളിൽ നിന്നാണ് യാമപ്രാർത്ഥനകൾ വരുന്നത്. അതായത് ആദിമകാലത്ത് സന്യാസികൾ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു. ആദിമകാലത്ത് സന്യാസികൾ, അവരുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഈ യാമപ്രാർത്ഥനയെ പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആദിമ കാലഘട്ടത്തിൽ കത്തീഡ്രൽ പ്രധാന ദേവാലയങ്ങളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു മെത്രാൻ്റെ നേതൃത്വത്തിൽ. അതിൻ്റെ പശ്ചാത്തലത്തിലാണ്
ഈ കത്തീഡ്രൽ ക്രമം, അങ്ങനെ 2 രീതികളുണ്ട്, കത്തീഡ്രൽ ക്രമവും സന്യാസക്രമവും. അതിൽ നിന്നുമാണ് യാമപ്രാർത്ഥനകൾ ഡെവലപ്പ് ചെയ്ത് വികസിച്ച് വന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ കാണാം. പിന്നെ എന്താണ് ചോദിക്കാനുള്ളത്? ആ ആ ഇതിപ്പോൾ പറഞ്ഞ് പൊതുവായിട്ടുള്ളതാണ്, എല്ലാ സഭകൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് ഇത് പറഞ്ഞത്. എല്ലാ സഭകളുടെയും ലിറ്റർജി അനാഫറകളെല്ലാം എടുത്തു നോക്കിയാൽ ഇത് കാണാനായിട്ട് സാധിക്കും. ഈ 24 സഭകളിലും ഏറ്റവും പഴയ അനാഫറ അഥവാ കൂദാശക്രമം എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാവോ? ഏതാ? നമ്മൾ ഉപയോഗിക്കുന്ന മാർ അദ്ദായി മാറിയുടെയാണ്. 2-ാം നൂറ്റാണ്ടിൽ, 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ് ഈ മാർ അദ്ദായി മാറി എന്നുള്ള കൂദാശക്രമം. ഇനി എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. ഞാൻ തന്നെ പറയണേക്കാളും എനിക്ക് സന്തോഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നതുമാണ്. ആ ആ 24 വ്യക്തിഗത സഭകൾ എന്ന് പറയുന്നത് 6 ആരാധനാക്രമ കുടുംബങ്ങളിൽ നിന്നും വികസിച്ച് വന്നതാണ് 24 വ്യക്തിഗത സഭകൾ എന്ന് പറയുന്നത്. 6 ആരാധനാക്രമ കുടുംബങ്ങൾ, അതാണ് അടിസ്ഥാനപരമായിട്ടും ഉള്ളത്. 6 ആരാധനാക്രമ കുടുംബങ്ങൾ. നമ്മുടെ സഭ ഏത് ആരാധനാക്രമ കുടുംബത്തിൽ നിന്നും വരുന്നതെന്നറിയാവോ? കൽദായ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമ കുടുംബത്തിൽ നിന്നുമാണ് നമ്മുടെ സഭ. അപ്പോൾ കൽദായ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി പാരമ്പര്യം പേറുന്ന എത്ര സഭകളുണ്ടെന്നറിയാവോ? പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമുള്ളതാണ് 2 ഉള്ളൂ. കൽദായ സഭയും കൽദായ സുറിയാനി പാരമ്പര്യം ഉള്ളത് 2 സഭയേ ഉള്ളൂ. ഒന്ന് കൽദായ സഭയും 2 സീറോ മലബാർ സഭയും. അങ്ങനെ 2 സഭകളാണ് ഉള്ളത്. മനസ്സിലായോ? പിന്നെ വേറെ നമ്മൾ 6 ആരാധനക്രമ കുടുംബം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഒരെണ്ണല്ലേ ഇപ്പോൾ പറഞ്ഞോളൂ. ഏതാണ്? കൽദായ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി കുടുംബം എന്ന് പൊതുവെ പറയാം. ഒന്നത്. രണ്ടാമത്തത് അർമേനിയൻ, മൂന്നാമത്തത് അലക്സാൻഡ്രിയൻ, നാലാമത്തത് ബൈസൻ്റൈൻ, അഞ്ചാമത്തത് പാശ്ചാത്യ സുറിയാനി അല്ലെങ്കിൽ അന്ത്യോക്യൻ. അത് പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ? അന്ത്യോക്യൻ. ആറാമത്തത് ഏതായിരിക്കും? ലത്തീൻ. അങ്ങനെ 6 ആരാധനാക്രമ കുടുംബങ്ങളാണ് നമുക്കുള്ളത്. മനസ്സിലായോ? അപ്പോൾ 6 ആരാധനാക്രമ കുടുംബങ്ങൾ, 5 എണ്ണം പൗരസ്ത്യമാണ്. ഇനിയിപ്പോൾ അതിനകത്തുള്ളതും കൂടി ഒന്ന് പറഞ്ഞേക്കാം. ഇത് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിയാണ്, എന്നാലും ഇതെല്ലാം നമുക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. അപ്പോൾ ഒന്നാമത്തത് അലക്സാൻഡ്രിയൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതാ നിങ്ങൾ എഴുതിയേക്കണത്? നിങ്ങൾ എഴുതിയേക്കണ രീതിയിൽ തന്നെ പോകാം. ആദ്യം ഏതാ എഴുതിയത്? പൗരസ്ത്യ സുറിയാനി. അതിനകത്ത് എത്ര സഭകളുണ്ട്? 2 സഭകൾ. കൽദായയും സീറോ മലബാറും. പിന്നെ അത് റോമിനെ അംഗീകരിക്കുന്നത് അല്ലേ? അതിനകത്ത് റോമിനെ അംഗീകരിക്കാത്തതും എന്നാൽ അതേ പാരമ്പര്യം പിന്തുടരുന്നതുമായ ഒരു സഭയുണ്ട്. യാക്കോബായ അല്ല. ഏതെന്നറിയാവോ? ഏതാ? ശൂറായ. ശൂറായികൾ എന്ന് പറയില്ലേ ഇവിടെയുള്ള തൃശ്ശൂരുള്ള? അവരും നമ്മുടെ ലിറ്റർജി എല്ലാം വ്യത്യാസമൊന്നുമില്ല. അവരും ചെല്ലുന്ന ഈ അനാഫറകളെല്ലാം നമ്മൾ അർപ്പിക്കുന്ന അനാഫറകൾ തന്നെയാണ്. പക്ഷേ അത് റോമിനെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് 23 വ്യക്തിസഭയിൽ അത് വരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒന്ന് സീറോ അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി. ഇനി അടുത്തത് ഏതാണ്? അർമേനിയനോ? അർമേനിയൻ സഭ എന്ന് പറയുന്നത് അതിന് വേറെ ഉൾപ്പിരിവുകളൊന്നുമില്ല.
അത് മാത്രമേ ഉള്ളൂ അർമേനിയൻ സഭ. അർമേനിയൻ സഭ, അർമേനിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അർമേനിയൻ പേട്രിയാർക്കുണ്ട്. അർമേനിയ ഇടയ്ക്കൊക്കെ പത്രത്തിൽ കാണാറുണ്ട്. ഇടയ്ക്ക് അർമേനിയക്കാരെ കൂട്ടക്കൊല ചെയ്തതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അവരെ ഇതൊരു വംശ ഉന്മൂലനമൊക്കെ ആയിട്ടാണ് അത്. അർമേനിയയിൽ കാരണം അവിടെ ഈ ചുറ്റുമുള്ളതെല്ലാം മുസ്ലിം രാജ്യങ്ങളാണ്. അസർബൈജാൻ എന്നും പറഞ്ഞാൽ അതിപ്പോഴും യുദ്ധത്തിലൊക്കെ കേട്ടിട്ടുണ്ടോ? ആ രാഷ്ട്രം അവർ തമ്മിലൊക്കെ എപ്പോഴും ഈ ഇസ്രായേലും പലസ്തീനും പോലെ എപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുന്നതാണ് അർമേനിയ. അപ്പോൾ നമ്മളിപ്പോൾ 2 വ്യക്തിഗത സഭകളെക്കുറിച്ച് കണ്ടു. ഇനി അടുത്ത മൂന്നാമത്തെ ഏതാ പറഞ്ഞേ? അലക്സാണ്ട്രിയൻ. അലക്സാണ്ട്രിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള വ്യക്തിഗത സഭകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 കോപ്റ്റിക്, 2 എത്യോപ്യൻ, 3 എരിത്രേയൻ. ഇങ്ങനെ 3 വ്യക്തിഗത സഭകളാണ് ഈ പറഞ്ഞ അലക്സാണ്ട്രിയൻ ലിറ്റർജിക്കൽ ഫാമിലിയിലുള്ളത്, അഥവാ ആരാധനാക്രമ കുടുംബത്തിൽ ഉള്ളത്. മനസ്സിലായോ? ഏതൊക്കെയാണ്? കോപ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് ഈജിപ്തിലെ കേന്ദ്രവാക്യാണ് കോപ്റ്റിക് സഭ. കോപ്റ്റിക് സഭയിൽ ചെറിയ സഭയാണ്. അവിടെയെല്ലാം ഓർത്തഡോക്സ് കോപ്റ്റിക്സ് ആണ് കൂടുതലുള്ളത്. അതായത് ഓർത്തഡോക്സ് കോപ്റ്റിക്സിൻ്റെ തലവൻ അറിയപ്പെടുന്നത് തന്നെ ഒരു പാപ്പാന്ന് അറിയപ്പെടുന്നത് തന്നെ അവരുടെ സഭയുടെ തലവൻ. ഓർത്തഡോക്സുകാരുടെ മാർപ്പാപ്പയായിട്ടാണ് അറിയപ്പെടുന്നത്. പാത്രിയാർക്കീസ്, കോപ്റ്റിക് പേട്രിയാർക്കുണ്ട്. അത് കത്തോലിക്ക സഭയിൽ കോപ്റ്റിക് സഭ. പിന്നെ ഏതാണ് പറഞ്ഞ്? എത്യോപ്യൻ. എത്യോപ്യ എന്ന് കേട്ടിട്ടില്ലേ? എത്യോപ്യ ഈജിപ്തിനടുത്ത് തന്നെയുള്ളൊരു സ്ഥലമാണ് എത്യോപ്യ. അവിടെയും ഈ പറഞ്ഞ അലക്സാണ്ട്രിയൻ ലിറ്റർജിയാണ്. അലക്സാണ്ട്രിയൻ ലിറ്റർജി എന്ന് പറഞ്ഞാൽ വിശുദ്ധ മർക്കോസിൻ്റെ ഇതിലാണ് അത് പോകുന്നത്. അതിൻ്റെ ഏതാണ് അതിൻ്റെ സഭയുടെ തലവനായിട്ട് അറിയപ്പെടുന്നത് വിശുദ്ധ മർക്കോസാണ്, തമ്വാസ്ലീഹ പോലെ. പിന്നെ എത്യോപ്യൻ, പിന്നെയുള്ളതാണ് എരിത്രേയൻ. എരിത്രേയൻ എന്ന് പറഞ്ഞാൽ അടുത്ത നാളിൽ താരതമ്യേന പുതിയതായിട്ട് രൂപപ്പെട്ട ഒരു വ്യക്തിഗത സഭയാണ് എരിത്രേയൻ സുയി ജൂരിസ് ചർച്ച് എന്ന് പറയുന്നത്. അത് കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഇത്രയും നാളും ഈ എരിത്രേയനും എത്യോപ്യയും ഒരേ ലിറ്റർജിയും ഒരേ പേട്രിയാർക്കൊക്കെ ആയിട്ടായിരുന്നു നിലകൊണ്ടിരുന്നത് എത്യോപ്യയിലെ. പക്ഷേ ഈ രാജ്യങ്ങൾ തമ്മിൽ ഇന്ത്യയും പാകിസ്ഥാനും പോലെയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ 2 രാജ്യങ്ങളായി മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ സഭയും 2ആയിട്ട് പിരിഞ്ഞു. അതാണ് എത്യോപ്യയും എരിത്രേയ എന്ന് പറയുന്നത്. ഇതിനെല്ലാം പൊതുവായിട്ടുള്ള ലിറ്റർജിക്കൽ ഫാമിലിയാണത് അലക്സാണ്ട്രിയൻ. മനസ്സിലായില്ലേ? ഇനി ഏതാണ്? ബൈസൻ്റൈൻ. ബൈസൻ്റൈൻ എന്ന് പറഞ്ഞാൽ ഓറിയൻ്റൽ സഭകളിലെ ഏറ്റവും വലിയ ആരാധനാക്രമ കുടുംബമാണ്. പൊതുവേ ഓറിയൻ്റൽ സഭ എന്ന് പറയുമ്പോൾ ഈ സായിപ്പ്മാരൊക്കെ മനസ്സിലാക്കുന്നത് ബൈസൻ്റൈൻ സഭ എന്നാണ്. കാരണം വിദേശത്തൊക്കെ കൂടുതലും ഉള്ളതും ബൈസൻ്റൈൻ സഭകളാണ്. മാത്രമല്ല അതിനകത്ത് തന്നെ 14 വ്യക്തിഗത സഭകളുണ്ട്. ബൈസൻ്റൈൻ പാരമ്പര്യം പിന്തുടരുന്ന 14 വ്യക്തിഗത സഭകളുണ്ട്. അതുകൊണ്ടാണ് ഈ ബൈസൻ്റൈൻ ആരാധനക്രമ കുടുംബം ഏറ്റവും വലുതാണെന്ന് പറയുന്നത്. ഏറ്റവും വലിയ പാരമ്പര്യമാണ് ബൈസൻ്റൈൻ ചർച്ച് എന്നുള്ളത്. ബൈസൻ്റൈൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ആ പാരമ്പര്യമുള്ള സഭകൾ എന്നുള്ള അർത്ഥത്തിലാണ് ബൈസൻ്റൈൻ. പണ്ട് റോം ഈസ്റ്റും വെസ്റ്റുമായിട്ട് തിരിച്ചപ്പോൾ ഏതാണ് റോം ഈസ്റ്റിൻ്റെ തലസ്ഥാനമായിട്ടെടുത്ത് ബൈസാൻസ്യമാണ്, കോൺസ്റ്റാന്റിനോപ്പിൾ. വെസ്റ്റ് റോമുമായിട്ട് നിലകൊണ്ടു.
അപ്പോൾ ബൈസൻ്റെയും ട്രഡീഷനുള്ള 14 സഭകൾ അതിൽ കുറേ ഞാൻ പറയാം ഏതൊക്കെയാണെന്ന്. ഒന്ന് ബൈസൻ്റെയും ട്രഡീഷനിലുള്ള എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ നോട്ട് കാണും, കൃത്യം ഞാൻ എല്ലാം നോക്കിയിട്ടൊന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ ഓർക്കണതെല്ലാം പറയാം. ഒന്ന് റുമേനിയൻ, റുത്തേനിയൻ, ഹംഗേറിയൻ, ഉക്രൈനിയൻ, ഇത്താലോ അൽബേനിയൻ, പിന്നെ ഏതാണ്, പിന്നെ സ്ലോവാക്കിയൻ, ബൾഗേറിയൻ, ബൾഗേറിയൻ, ഓസ്ട്രേലിയൻ വരില്ല, ബൾഗേറിയൻ, പിന്നെ ഏതാണ്, ഇപ്പം 7 7, പിന്നെ ഇത്താലോ അൽബേനിയൻ പറഞ്ഞു അല്ലേ, പിന്നെ ഏതാണ്, റുത്തേനിയൻ, ഹംഗറി, പിന്നെ ഏതാ പറയാനുള്ളത്, പിന്നെ ഗ്രീക്ക് കാത്തലിക്സ്, ഗ്രീക്ക് കാത്തലിക്സ് എന്നും പറഞ്ഞുണ്ട്. ഗ്രീക്ക് ബൈസൻ്റെയിൻസ് ഗ്രീക്ക് കാത്തലിക്സ് എന്നാണ് പറയണത്. ഗ്രീക്ക് ബൈസൻ്റെയിൻ, ഗ്രീക്ക്, അപ്പോൾ 8 ഗ്രീക്ക് ബൈസൻ്റെയിൻ ചർച്ച്. പിന്നെ മാസിഡോണിയൻ, പിന്നെ 9, പിന്നെ മെൽക്കൈറ്റ്, അത് പറഞ്ഞായിരുന്നോ, 10, പിന്നെ നോട്ടിലല്ലേ തരാതെ. അപ്പോൾ അങ്ങനെ 14 ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്താലോ അൽബേനിയൻ, ഹംഗേറിയൻ, പിന്നെ മാസിഡോണിയൻ, പിന്നെ റഷ്യനുണ്ട്. റഷ്യൻ ബൈസൻ്റെയിൻ, റഷ്യയിലുള്ള ബൈസൻ്റെയിൻ ചർച്ച് എന്നുള്ള രീതിയിൽ, റഷ്യൻ കാത്തലിക്സ് എന്നുള്ള രീതിയിലുണ്ട്. അപ്പോൾ 11 അല്ലേ, 11. പിന്നെ ഈ മദർ തെരേസയുടെ നാട് അവിടെ എങ്ങനെയാണേലും 14 അതുണ്ട്. അതൊരു ദീർഘമായ നമ്പറാണ്. പിന്നെ ഏതാണ് ഇനി അടുത്ത സഭ? അന്ത്യോക്യൻ ട്രഡീഷൻ, അന്ത്യോക്യൻ പാരമ്പര്യം പേറുന്ന സഭകൾ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ് ഉള്ളത്. സീറോ മലങ്കര, പിന്നെ മാറോനീത്ത, പിന്നെ വെസ്റ്റ് സിറിയൻ. ഇങ്ങനെ 3 സഭകളാണ് ഉള്ളത്. സീറോ മലങ്കര, മാറോനീത്ത, വെസ്റ്റ് സിറിയൻ, അല്ലെങ്കിൽ പൗരസ്ത്യ സുറിയാനി സഭ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ 3 സഭകളാണ് അന്ത്യോക്യൻ പാരമ്പര്യത്തിൽ ഉള്ളത്. അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ക്രിസ്തുവിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടാൻ തുടങ്ങി അന്ത്യോക്യയിൽ വെച്ചാണ്. അപ്പോൾ ഈ സീറോ മലങ്കര സഭയെക്കുറിച്ച് നമുക്ക് ഏകദേശമൊക്കെ അറിയാം അല്ലേ. സെൻറ്റ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച്, ഏകദേശം 5 ലക്ഷത്തോളം വിശ്വാസികളുള്ള ഒരു സഭയാണ് സീറോ മലങ്കര സഭ. 1930 കത്തോലിക്ക സഭയുമായിട്ട് പുനരൈക്യത്തിൽ വന്ന ഒരു വിഭാഗമാണ് സീറോ മലങ്കര സഭ. ഇങ്ങനെ ഇവിടെ ഉണ്ടോ സീറോ മലങ്കര സഭക്കാരുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ സീറോ മലങ്കര സഭ. പിന്നെയുള്ളതാണ് മാറോനീത്ത സഭയുടെ തലവൻ ഒരു പേട്രിയാർക്കാണ്. പേട്രിയാർക്കൽ ചർച്ചാണ് മാറോനീത്ത സഭ. അത് അന്ത്യോക്യൻ പാരമ്പര്യം പിന്തുടരുന്നവരാണ്. അവിടെയാണ് ലെബനോണൊക്കെ വരുന്നത്. ലെബനോൺ ഇപ്പോൾ യുദ്ധമൊക്കെ നടക്കുന്നത് നമ്മൾ കേട്ടില്ലേ. അപ്പോൾ ലെബനോണിലുമൊക്കെ ഈ
ലെബനോണിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ലെബനോണിൽ ഇങ്ങനെ കുറേ പ്രദേശങ്ങൾ ആക്രമിക്കുന്നതായിട്ടുമൊക്കെ പറയാൻ കാരണം ലെബനോൺ വാസ്തവത്തിൽ പണ്ട് ഒരു കത്തോലിക്ക രാജ്യമായിരുന്നു. പിന്നെ ഒട്ടോമാൻ തുർക്കി ഭരണകാലത്താണ് അത് മുസ്ലിം രാഷ്ട്രമായിട്ട്, മുസ്ലിം രാഷ്ട്രം എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, എന്നാലും ഒത്തിരി മുസ്ലിങ്ങൾ വന്ന് അവിടെ കുടിയേറി പാർത്തത്. ഇപ്പോൾ ലെബനോണിൽ മുസ്ലിംസും ക്രിസ്ത്യാനികളും ഏകദേശം തുല്യമായിട്ട് നിലകൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ഈ ലെബനോൺ എന്ന് പറയുന്നത്. മാറോനീത്തക്കാരാണ് അവിടെയുള്ളതിൽ ഭൂരിഭാഗവും. കത്തോലിക്കരെന്ന് പറഞ്ഞതിലെല്ലാം തന്നെ മാറോനീത്തക്കാരാണ് ഉള്ളതും. ഓക്കെ. പിന്നെ അവിടുത്തെ ലെബനോണിൽ അവരുടെ ഒരു ധാരണയനുസരിച്ച് ലെബനോൺ രാഷ്ട്രത്തിൻ്റെ പ്രസിഡൻ്റ് എപ്പോഴും കത്തോലിക്കനായിരിക്കും. ലെബനോൺ ഈ മാറോനീത്തക്കാരനായിരിക്കും. പ്രധാനമന്ത്രി ഒരു മുസ്ലിമായിരിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ തുടരുന്നുണ്ട് ഇപ്പോഴും. പണ്ട് ഇതൊരു നമ്മൾ സങ്കീർത്തനങ്ങൾ ലെബനോനിലെ ദേവദാരു പോലെ എന്നൊക്കെ അല്ലേ. അപ്പോൾ അത്രയും ബൈബിളിൻ്റെ കാലം മുതലേ ഈ രാജ്യം വളരെയധികം പ്രധാനപ്പെട്ടതായിരുന്നു ലെബനോൺ. അപ്പോൾ മാറോനീത്ത റീത്തുകൾ അവർ ക്രിസോസ്റ്റോമിൻ്റെ അനാഫറ, സെൻറ്റ് ബേസിൻ്റെ അനാഫറ ഇതെല്ലാമാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ മലങ്കരക്കാർ ഉപയോഗിക്കുന്ന അനാഫറകളെല്ലാം തന്നെ അവരും ഉപയോഗിക്കുന്നുണ്ട് ലെബനോൺ. പിന്നെ ഉള്ളതാണ് വെസ്റ്റ് സിറിയൻ. അത് താരതമ്യേന ഈ ചെറിയൊരു സഭയാണ് വെസ്റ്റ് സിറിയൻ. പക്ഷേ ഒരു പേട്രിയാർക്കുണ്ട്, വെസ്റ്റ് സിറിയൻ പേട്രിയാർക്ക്, അന്ത്യോക്യൻ പേട്രിയാർക്ക് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് വെസ്റ്റ് സിറിയൻ ചർച്ച്. അതും ഈ പറഞ്ഞ ഈ 3 സഭകളാണ് അന്ത്യോക്യൻ പാരമ്പര്യം തുടരുന്നവർ. അർമേനിയനിൽ, അതായത് അർമേനിയൻ സഭയുടെ തുടക്കം ഒരു ഗ്രിഗറി ഇല്യൂമിനേറ്റർ എന്നും പറഞ്ഞ ഒരാൾ ആണ്, ഒരു മങ്കാണ്. ഈ അർമേനിയൻ സഭയുടെ ആ ഒരു തുടക്കം സ്ലീഹന്മാരുണ്ടെങ്കിലും തദേവൂസ് സ്ലീഹനുണ്ടെങ്കിൽ പോലും ഈ ഗ്രിഗറി ഇല്യൂമിനേറ്റർ എന്ന് പറഞ്ഞ ആളാണ് അർമേനിയൻ സഭയുടെ ഒരു ഏറ്റവും വലിയൊരു പിതാവ് പോലെ നിലകൊള്ളുന്നത്. അവിടെ അർമേനിയൻ കാത്തലിക്സും ഉണ്ട്, അർമേനിയൻ എന്നാൽ റോമിനെ അംഗീകരിക്കാത്ത ഒരു ഉണ്ട്. ഈ അർമേനിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ചെന്നൈയിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, ഡൽഹിയിലുണ്ട് അർമേനിയൻ സഭ. അർമേനിയ ഇന്ത്യയായിട്ട് പണ്ട് മുതലേ പല ഈ വാണിജ്യപരമായിട്ടും സാംസ്കാരികമായിട്ടുമൊക്കെയുള്ള ബന്ധം ആദിമകാലം മുതലേ പുലർത്തിയിരുന്നു. അതുകൊണ്ട് ഇവിടെ അർമേനിയൻസ് വന്നിരുന്നു. അതുകൊണ്ടാണ് ഈ ട്രേഡ് ബിസിനസ്സുകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിയൊക്കെ വന്നത്. അർമേനിയൻ പള്ളികളൊക്കെ ഇന്ത്യയിൽ വന്നത് ഉണ്ട്. ചെന്നൈയിലുണ്ട്, തമിഴ്നാട്ടിൽ ഉണ്ട് അർമേനിയ. ഇനി ഏത് ആരാധനക്രമ കുടുംബമുള്ളത്? ലത്തീൻ ഏറ്റവും വലിയ ഒരു ആരാധനക്രമ കുടുംബമാണെന്ന് നമുക്കറിയാം. ലത്തീൻ സഭയിൽ ഒത്തിരി ഉൾപ്പിരിവുകളില്ല, അതേസമയം ഉണ്ട് താനും. ഏതാണെന്നറിയാവോ വേറെ ആ പാരമ്പര്യം തുടരുന്ന മറ്റ് അതിനകത്തുള്ള സഭകൾ പോലെ അറിയപ്പെടുന്നത്? ഏതെങ്കിലും അറിയാവോ? ഏതാ? ശരിയാ? അതല്ല, ആംഗ്ലോ ഇന്ത്യൻസ് റോമിനെ അംഗീകരിക്കുന്നില്ലല്ലോ. റോമിനെ അംഗീകരിക്കുന്ന സഭകളുള്ളത് ഏതെന്നറിയാവോ? ആംഗ്ലിക്കൻ അംഗീകരിക്കുന്നില്ല. റോമിൻ്റെ ലാറ്റിൻ ചർച്ചിൻ്റെ തന്നെ ഒരു വേരിയൻ്റായിട്ട് നിലകൊള്ളുന്നതാണ്. ലാറ്റിൻ ലിറ്റർജിയുടെ തന്നെ ആ ലിറ്റർജി തന്നെ ഏകദേശം ഫോളോ ചെയ്യുന്നു, പക്ഷെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് തന്നെ. അങ്ങനെയുള്ള ഏതെന്നറിയാവോ? കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? അംബ്രോസിയൻ കേട്ടിട്ടുണ്ടോ? അംബ്രോസിയൻ റീത്ത് കേട്ടിട്ടുണ്ടോ? അത് മിലാനിലാണുള്ളത്. മിലാൻ രൂപത മുഴുവനും അംബ്രോസിയൻ റീത്താണ് പിന്തുടരുന്നത്. മിലാനിൽ അഗസ്തീനോസ് ആഫ്രിക്കയിലായിരുന്നു, ഹിപ്പോ. അതേസമയം അംബ്രോസ് മിലാനിലാണ്, ഇറ്റലിയിലെ തന്നെ സ്ഥലമാണ് മിലാൻ.
അവിടെയാണ്. അപ്പോൾ ഈ അംബ്രോസിൻ്റെ പേരിലാണ് അവിടുത്തെ ലിറ്റർജി ആരാധനക്രമം അറിയപ്പെടുന്നത്. അതാണ് അംബ്രോസിയൻ ലിറ്റർജി എന്ന് പറയുന്നത്. ലാറ്റിൻ ലിറ്റർജി പോലെ തന്നെ, പക്ഷേ അവരുടേതായ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അനാഫ്രയിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം ആ കുർബാനയുടെ ഏതാണ് സമാധാനം കൊടുക്കുന്ന ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ലത്തീൻ ലിറ്റർജിയിലാണ് സമാധാനം കൊടുക്കുന്നത് എപ്പോഴാണ്? അവസാനമല്ലേ? കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് അവസാനമായിട്ടാണ്. അതേസമയം അംബ്രോസിയൻ ലിറ്റർജിയിലാണെങ്കിൽ ഈ ആദ്യ ഭാഗത്തായിട്ടാണ് വരുന്നത്. അങ്ങനെ ചില ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ ഹോളി വീക്കിലുള്ള ആഘോഷങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സഭയാണ് അംബ്രോസിയൻ ചർച്ച് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഗാൾലിക്കൻ, ഹിസ്പാനിക്, ഇങ്ങനെയുള്ളതൊക്കെ ലത്തീൻ ലിറ്റർജിയിലുള്ളതാണ്. അതൊന്നും ഒത്തിരി ഗാൾലിക്കൻ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിലും ഹിസ്പാനിക് എന്ന് പറഞ്ഞാൽ സ്പെയിനിലുമാണുള്ളത്. പക്ഷേ അതൊക്കെ ഏതെങ്കിലും ഒരു ആശ്രമത്തിലോ ഏതെങ്കിലും ഒരു ഇടവകയായിട്ടൊക്കെ വളരെ ഒതുങ്ങി വലിയ പോപ്പുലറായിട്ട് നിൽക്കുന്നതല്ല. ഏതാ? അങ്ങനെ 3 പിരിവാണ് പ്രധാനമായിട്ടും ഉള്ളത്: അംബ്രോസിയൻ, ഗാൾലിക്കൻ, ഹിസ്പാനിക്. ഇതാണ് വ്യക്തിഗത സഭകളെക്കുറിച്ച് പറയുമ്പോൾ. ഇനി ഏതെങ്കിലും ചോദിക്കാനുണ്ടോ? ഇതൊരു ചോദ്യത്തിൽ നിന്ന് പോയ കാര്യമാണ്. നിങ്ങളെന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാം, തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് വ്യക്തിഗത സഭകൾ എന്ന് പറയുന്നത്. 23+1 24 വ്യക്തിഗത സഭകളാണുള്ളത്. 24 വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് സാർവത്രിക സഭ എന്ന് പറയുന്നത്. അപ്പോൾ സാർവത്രിക സഭയിലെ ലിറ്റർജിയെക്കുറിച്ചാണ് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ യഹൂദ പശ്ചാത്തലത്തെക്കുറിച്ചുമാണ് നമ്മുടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ ലിറ്റർജിയിലേക്ക് നമുക്ക് വരാം. ഇതെല്ലാം ഒന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് സമയം ഇത്രയും ഉള്ളതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് നമ്മൾ പോകുന്നതും. പിന്നെ ആദിമസഭയിലെ ലിറ്റർജി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പസ്തല പ്രവർത്തനം 2:42 കാണും അവരെങ്ങനെയാണ് ഒരുമിച്ച് കൂടിയിരുന്നതെന്ന്. ആദിമസഭ എന്തിനു വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിരുന്നത്? 2:42 പ്രാർത്ഥന, അപ്പം മുറിക്കൽ, കൂട്ടായ്മ. 2:42 എന്ന് വായിച്ച്. ഏതൊക്കെയാ? ഒന്ന് വായിക്കാവോ? അതെ, അത് ഒരു ആദിമകാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു അവർ ഒരുമിച്ച് കൂടിയിരുന്നത്. അതിനൊക്കെ പിന്നെ ആദിമസഭയിൽ ഓരോ പ്രാദേശിക സഭകളിലും വിശുദ്ധ കുർബാനൻ്റെ അടിസ്ഥാന രൂപങ്ങളിൽ വ്യത്യാസമില്ലെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഓരോ സാംസ്കാരിക രീതികളിലൊക്കെ അനുസരിച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം തീർച്ചയായിട്ടും അന്ത്യത്താഴവേളയിലാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. നമ്മുടെ കുർബാനയിലും ഇതാണല്ലോ നമ്മൾ ആദ്യമേ ഓർക്കുന്നത്. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ. കർത്താവരുളിയ കൽപ്പന എന്നതാണ്, നമുക്കത് പിന്നെ കാണാം. ഇത് തന്നെയാണ് ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതല്ലേ പ്രധാനമായിട്ട് നൽകിയ ഒരു കൽപ്പന എന്ന് പറയുന്നത്. ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ദുഃഖ്രാൻ ഹാദേ ദേവദേ. ഇപ്പോൾ യൂക്രിസ്റ്റ് is the body and blood of Christ under species of bread and wine. So
ഇനി കോൺസെക്രേഷൻ എല്ലാ അനാഫ്രകളിലും ഈ കോൺസെക്രേഷൻ ഉണ്ട്. അതിനാണ് അനാഫ്ര എന്ന് പറയുന്നത്. നമ്മുടെ കാഴ്ചപ്പാടിൽ അനാഫ്ര യുക്രിസ്റ്റിക് കാനൻ ഓരോ രീതിയിൽ ഓരോ പേര് വിളിക്കുന്നത് മാത്രം. എങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഉണ്ട്. കൂദാശവചനം എന്ന് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ അനാഫ്ര മുഴുവനുമാണ് ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്നത്. കൃത്യം കൂദാശവചനം എന്നുള്ളത് ലാറ്റിൻ കാഴ്ചപ്പാടിലാണ് അവർ പറയുന്നത്. അതായത് ഈ പല പൗരസ്ത്യ സഭകളും കാണുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വഴിയാണ് അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീരരക്തങ്ങളായി മാറുന്നതെന്നാണ്. ലത്തീൻ കാഴ്ചപ്പാടനുസരിച്ച് ഈ കൂദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീരരക്തങ്ങളായി മാറുന്നതെന്നാണ്. അതേസമയം നമ്മൾ പഠിപ്പിക്കുന്നത് അനാഫ്ര മുഴുവനും മിശിഹായുടെ ശരീരരക്തങ്ങളായി മാറുന്ന സമയമാണ്. ഉദാഹരണം പറഞ്ഞാൽ ഏതാണ്? ഇപ്പം അമ്മച്ചിമാർ പറയില്ല ചോറ് എപ്പോഴാണ് ഏത് സമയത്താണ് വേവുന്നത്, കൃത്യം ഒരു മൊമെൻ്റ് എടുത്ത് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെ അനാഫ്ര മുഴുവനും ഈ വിശുദ്ധ കുർബാനയുടെ ഈ അനാഫ്ര ഭാഗം മുഴുവനും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഗേഹന്ത പ്രാർത്ഥനകൾ എന്നുള്ളത്. നമുക്കത് നാളെ കാണാം. പിന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിവിധ പദങ്ങൾ. മാസ് നമ്മൾ പറയാറുണ്ടല്ലോ മാസ് എന്ന്. മീസരെ ടു സെൻഡ് ഔട്ട്, അയക്കുക എന്നുള്ളതാണ്. ഒരു കുർബാന എന്നുള്ള ഒരു അയക്കപ്പെടലും കൂടിയാണ് അല്ലേ? മാസ് ഈസ് സെൻഡഡ് ഗോ എന്നല്ലേ പറയുന്നത്. ഗോ ആൻഡ് പ്രൊക്ലെയിം പോയി ലാറ്റിൻ ലിറ്റർജിയിലെ മാസ് അങ്ങനെയല്ലേ എൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ലാറ്റിൻ ലിറ്റർജി മാസ്, അപ്പോൾ മീൻസ് ടു സെൻഡ് ഔട്ട്. വി ആർ ബിക്കമിങ് ദ അപ്പോസൽസ് ഓർ ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ജീസസ് ആഫ്റ്റർ ദ മാസ് എന്നുള്ളതാണ് എൻ്റെ സൂചന. സെൻഡിങ് ഔട്ട് ടു കണ്ടിന്യൂ ദ സെലിബ്രേഷൻ. ഓൾസോ എന്തിനാണ് വി ആർ സെൻഡ് ഔട്ട്? ടു കണ്ടിന്യൂ ദ യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ ത്രൂ അവർ ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലൂടെ കുർബാനയിൽ നിന്ന് കിട്ടിയ ശക്തി സ്വീകരിക്കുകയും അത് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥമായിട്ട് നിലകൊള്ളുന്നത്. ദ സെൻഡിങ് ഔട്ട്. അതുപോലെ മാസ് മിഷൻ ഒരു ദൗത്യവുമായിട്ടാണ്. ദ കോൺഗ്രിഗേഷൻ ഈസ് സെൻഡ് ഔട്ട് വിത്ത് എ മിഷൻ. ദാറ്റ് മീൻസ് ടു സെർവ് ദ ലോർഡ്. അതുപോലെ ഇപ്പോൾ സിനഡ് നടക്കുമല്ലേ റോമിൽ. റോമിൽ സിനഡ് നടക്കുന്നില്ലേ? എന്നാ തുടങ്ങിയത്? ഒക്ടോബർ 1 തുടങ്ങിയത്? അല്ല, ഒക്ടോബർ 4 തുടങ്ങിയത്. ഫ്രാൻസിസ് അസിസിയുടെ തിരുനാളിൻ്റെ അന്നാണ് തുടങ്ങിയത്. അന്നല്ലേ ഒരു അപ്പസ്തോലിക പ്രബോധനമൊക്കെ പുറപ്പെടുവിച്ചത്. അതിൻ്റെ പേരെന്നാ? അപ്പസ്തോലിക പ്രബോധനം മാർപ്പാപ്പ പുറപ്പെടുവിച്ചായിരുന്നു. പരിസ്ഥിതിയെ സംബന്ധിച്ചാണ്. വായിച്ചു മറന്നു. അതിൻ്റെ പേര് ഓർത്തിരിക്കുന്നുണ്ടോ? അതിൻ്റെ പേര് ലൗദാത്തെ ദേവും. പണ്ടുണ്ടായിരുന്ന ലൗദാത്തോ സി എന്നായിരുന്നു. ലൗദാത്തെ ദേവും. ലൗദാത്തോ സി. ഇത് ലൗദാത്തെ ദേവും.
യു പ്രൈസ് ഗോഡ്, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും. അപ്പോൾ അത് തീർന്നിട്ടില്ലല്ലോ, അതിനു മുമ്പ് തീരുമാനം വരില്ലല്ലോ. അല്ല, അതിപ്പോൾ ഈ 23-ലുണ്ട്, അടുത്ത വർഷം സിനഡ് പൂർണ്ണമായിട്ട് അവസാനിക്കുള്ളൂ. അടുത്ത 2024 അവസാനിക്കുള്ളൂ. ഇതിപ്പോൾ ഈ മാസം തീരും. 29-ന് ഈ ഒരു സെഷൻ കഴിയും, സിനഡിൻ്റെ ഒരു സെഷൻ കഴിയും. ഇനി ഇത് തുടരും, അടുത്ത വർഷവും തുടരും, അടുത്ത വർഷം ഇത് തീരുള്ളൂ. ഇതെല്ലാ രൂപതകളിലുമൊക്കെ ചർച്ച ചെയ്തില്ലായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതിനകത്ത് പങ്കെടുത്ത് കാണും. സിനഡാലിറ്റി എന്നും പറഞ്ഞ് ചിലരൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും അല്ലേ, ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇത് നടക്കുന്നത്. ഇത് പല നമ്മുടെ ഇടവകളിൽ, രൂപതകളിൽ, പിന്നെ നമ്മുടെ സഭയുടെ തലത്തിൽ, പിന്നെ ഇന്ത്യയുടെ CBCI തലത്തിൽ, അത് കഴിഞ്ഞ് പിന്നെ FABC ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസ് തലത്തിൽ, പിന്നെ ഇപ്പം ആഗോള തലത്തിൽ, പല തലങ്ങളിലായിട്ടാണ് ഈ സിനഡാലിറ്റിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അതിനകത്തുള്ള 3 വിഷയങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണെന്നറിയാമോ? ഈ സിനഡാലിറ്റി എന്നുള്ളതാണ് പൊതുവിഷയം. അതിൽ 3 ഘടകങ്ങളാണുള്ളത്. 3 കാര്യങ്ങൾക്കാണ് അതിനകത്ത് ഊന്നൽ കൊടുത്തേക്കുന്നത്. ഒന്ന് കൂട്ടായ്മ, ഏതാ പങ്കാളിത്തം, രണ്ടാമത്തെ പങ്കാളിത്തം, ഒരെണ്ണോടെയുണ്ട്. അങ്ങനെ 3 വിഷയങ്ങൾക്കാണ് അത് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. പിന്നെ 3-മത്തതാണ് മിഷൻ, പ്രേഷിതത്വം, പ്രേഷിത പ്രവർത്തനം, ദൗത്യം അല്ലേ, പ്രേഷിത. അങ്ങനെ 3 കാര്യങ്ങൾക്കാണ് അതിനകത്ത് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. സിനഡാത്മക സഭ എന്നാണ് അതിൻ്റെ പൊതു തലക്കെട്ട്. നമ്മളിത് പറയാൻ കാരണം ഈ മീസരെ ടു സെൻഡ് ഔട്ട്, പ്രേക്ഷിത പ്രവർത്തനം എന്നുള്ളത് പറഞ്ഞതുകൊണ്ടാണ്. പിന്നെയുള്ളതാണ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പദമാണ് കുർബാന. നമ്മൾ പറയുന്നത് കുർബാന അല്ലേ. കുർബാന എന്ന് പറഞ്ഞാൽ ഓഫറിങ്, കാറേബ്, കുർബാന സുറിയാനി പദമാണ് കുർബാന. അർത്ഥം സമർപ്പണം. ഇവർ മലങ്കരക്കാരും യാക്കോബായക്കാരൊക്കെ പറയും കുർബോനോ, അവരങ്ങനെയാണ് പറഞ്ഞത് കുർബോനോ. നമ്മൾ കുർബാന. The Eucharist draws us into Jesus' act of oblation. More than just satisfying, we enter into self-dynamic. കുർബാന. കുർബാന എന്ന് പറഞ്ഞാൽ അർപ്പണം എന്നുള്ളതാണ് കുർബാന എന്ന വാക്കിൻ്റെ അർത്ഥം. അർപ്പണം, ഓഫറിങ്. ഒബ്ലേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥവും സാക്രിഫൈസ്, അർപ്പണം എന്ന് തന്നെയാണ്. അത് തന്നെ. ഇനി പല അർത്ഥങ്ങളുണ്ട്, 2 അർത്ഥങ്ങളാണ്, ഓഫറിങ് ഓർ ഒബ്ലേഷൻ. പിന്നെ മറ്റൊരു പദമാണ് റാസ. കേട്ടിട്ടുണ്ടല്ലോ. റാസ എന്ന് പറഞ്ഞ അർത്ഥം രഹസ്യം. റാസ എന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ റാസ എന്ന് പറയുന്നത് ഏറ്റവും ആഘോഷമായ കുർബാനയ്ക്കല്ലേ റാസ എന്ന് പറയുന്നത്, റാസ കുർബാന. റാസ കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടോ? റാസ കുർബാന, റാസ. പിന്നെ മറ്റൊരു പദമാണ് കൂദാശ. കൂദാശ എന്ന് പറഞ്ഞ അർത്ഥം സാങ്ക്ടിഫിക്കേഷൻ. കൂദാശ എന്നും പറയാറുണ്ട് കുർബാനയ്ക്ക്. അടുത്ത കൂദാശ എന്ന് പറഞ്ഞാൽ 7 സാക്രമെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, മാർ അദ്ദായി മാറിയുടെ കൂദാശ, അല്ലെങ്കിൽ മാർ തെയ്തോറിൻ്റെ കൂദാശക്രമം, മാർ നെസ്തോറീസിൻ്റെ കൂദാശക്രമം എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ പല പദങ്ങൾ. ഇപ്പോൾ മലയാളത്തിലാണ് ദിവ്യബലി, ദിവ്യപൂജ,
അതുപോലെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്ന് 9:30 ആയില്ലേ? മടുത്ത് കാണും അല്ലേ? 1 മണിക്കൂർ. ഇനി വല്ലതും ചോദിക്കാം നമുക്ക്, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. എല്ലാ കുർബാനകളുടെയും ഉത്ഭവം. അതെ, പെസഹ. അതുമായിട്ട് ബന്ധപ്പെട്ടല്ല, അവരുടെ ആ ഒരു ദൈവസ്തുതിപ്പിൻ്റെ ഒരു ക്രമം. കടന്നു പോകലോ ഉണ്ട് ഈ അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ ഒരു പശ്ചാത്തലം നമ്മുടെ കുർബാനയിലോ? അങ്ങനെയെന്ന് പറഞ്ഞാൽ, അതായത് ആദിമകാലം മുതൽ അവർ ദൈവത്തെ സ്തുതിക്കും. ലേവ്യരുടെ കാലം മുതൽ, അഹ്റോൻ്റെ കാലം, ആ കാലഘട്ടത്തിലൊക്കെ അവർക്ക് ദൈവസ്തുതിപ്പുണ്ടായിരുന്നു. അത് അവർ ഇങ്ങനെ കടന്നു പോകുന്ന സന്ദർഭങ്ങളിലുമെല്ലാം അവർ ദൈവത്തെ സ്തുതിച്ചിരുന്നു. അപ്പോൾ ആ സ്തുതിപ്പ്, അല്ലെങ്കിൽ ദാവീദിൻ്റെ കാലഘട്ടമായപ്പോഴേക്കും സങ്കീർത്തനങ്ങൾ രചിക്കപ്പെട്ടു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലാണ് അവരുടെ യഹൂദ ലിറ്റർജി വളർന്നു വന്നത്. പിന്നെ സിനഗോഗിൽ ആരാധന, ഇതെല്ലാം വളർന്നു വന്ന ഒരു ഒറ്റയടി അല്ല, കാലക്രമം അനുസരിച്ചാണ് വളർന്നു വന്നത്. അതിനകത്ത് അല്ലെങ്കിലോ അവർക്ക് ഓശാന ഗീതം, ഇതെല്ലാം അവരും പാടുന്ന ഒരു ഗീതമായിരുന്നു ഓശാന ഗീതം. അതാണ് ഓശാന എന്നുള്ളതും, അല്ലെങ്കിൽ ഇത് ഏഷ്യ, അല്ലെങ്കിൽ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഇതെല്ലാം ഏഷ്യയുടെ ഗ്രന്ഥത്തിലുള്ളതാണ്, പ്രവചന ഗ്രന്ഥത്തിലുള്ളതാണ്. ആ ഘടകങ്ങളൊക്കെയാണ് നമ്മുടെ കുർബാനയിൽ പലതും നോക്കുമ്പോൾ വന്നിട്ട് നമ്മൾ സ്വീകരിച്ച് ഇരിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആർക്കും എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറ്റോ? ഒരു കുഴപ്പമില്ല. പുളിപ്പിൽ ഏതാ? ഇതെല്ലാം വാസ്തവത്തിൽ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ഒരു മുൻരൂപങ്ങളായിട്ട് നിലകൊള്ളുന്നതാണ്. ഈ പുളിപ്പില്ലാത്ത അവരുടെ മന്ന, കാടപ്പക്ഷി, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഘടകങ്ങളും നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നുകിൽ വിശുദ്ധ കുർബാനയിലേക്കുള്ള ഓരോ സൂചനകളായിട്ട് നിലകൊള്ളുന്നതാണ്. അത് അതിൻ്റെ മുൻരൂപമാണ്. ഈ യാഥാർത്ഥ്യമെല്ലാം പുതിയ നിയമത്തിലാണ് നമ്മൾ കാണുന്നത്, വിശുദ്ധ കുർബാനയിലാണ് കാണുന്നത്. അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം, ഇതെല്ലാം പുതിയ നിയമവും പഴയ നിയമവുമായിട്ട് ഈ കണക്റ്റഡാണ്. ഘടനയിലും ഉണ്ട്. അതായത് ആദ്യം ദൈവസ്തുതിപ്പ്, പിന്നെ അപേക്ഷ, യാചന, ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനകത്ത്. സിനഗോഗ് വായനകളിലൊക്കെ, ഘടനയിലാണോ ഉദ്ദേശിച്ചത്? ഘടനയിൽ സിനഗോഗിൻ്റെ, അതായത് അവരുടെ വായനാപീഠങ്ങൾ, ബേമ, ഇതെല്ലാം യഹൂദ ലിറ്റർജിയുമായിട്ട്, ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്.
പിന്നെ നമ്മുടെ ഈ ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഈ കേരള, നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം ഇതിനകത്ത് ഒത്തിരി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ് പഴയ ദേവാലയങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെ ചിലപ്പോൾ ഈ ഏതാണ് ദേവാലയത്തിൻ്റെ ഘടനയുടെ ഈ ഹിന്ദു ടെമ്പിൾ പോലെയുള്ള ശൈലികളൊക്കെ ദേവാലയത്തിൻ്റെ ഘടനയിലുണ്ട്. അല്ലെങ്കിൽ നാലുകെട്ട്, ഇങ്ങനെയുള്ള പല ഹൈന്ദവ സ്വാധീനങ്ങളും നമ്മുടെ ദേവാലയങ്ങളുണ്ട്. യഹൂദ ലിറ്റർജിയുടെ ഘടനയുടെ സ്വാധീനം ഉള്ളതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തോടും, പിന്നെ പൗരസ്ത്യ, സുറിയാനി, കൽദായ, ഇറാഖ് അവിടെ ഉണ്ടായിരുന്ന സഭകളുടെ ദേവാലയ ഘടനയിൽ പല കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ ഒരു പല ഘടകങ്ങൾ നമ്മുടെ ദേവാലയത്തിൻ്റെ ഘടനയിൽ വന്നിട്ടുണ്ട്. ആ ഉവ്വ അല്ല, എത്രമാത്രം നമ്മൾ എത്രമാത്രം വിശുദ്ധിയോടും രമ്യതയോടും കൂടി പോകണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്നല്ല, നമുക്ക് അങ്ങനെ എന്തെങ്കിലും, അതെ, അപ്പോൾ അത്രയും അനുരഞ്ജിതമായ ഹൃദയത്തോടു കൂടി ബലിയർപ്പിക്കണം എന്നാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നതെന്നാണ് അർത്ഥം. പിന്നെ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് വെൽക്കം. നമ്മൾ ഇപ്പോൾ കുർബാനയിൽ 3 സ്ഥലത്താണ് ഈ വ്യത്യാസം വരുത്തിയേക്കണം പുതിയ നവീകരിച്ച കുർബാനയിൽ. 1 പിറവിക്കാലത്ത്, 2 ഏലിയാസ് ലീവ മൂശക്കാലത്ത്, 3 ഈ പറഞ്ഞ മരിച്ചവരുടെ പള്ളിക്കുദാശക്കാലത്ത്. ഏലിയാസ് ലീവ മൂശക്കാലമല്ല, പള്ളിക്കുദാശക്കാലത്ത്. കർത്താവ് ഞങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കണമെന്ന് ഉള്ളത് പള്ളിക്കുദാശ. ഇപ്പോൾ ഇതിനകത്തല്ല, ഇങ്ങനെ 3 സ്ഥലത്താണ് വ്യത്യാസം വരുത്തിയേക്കണം. അതാ നമ്മൾ ഇപ്പോൾ ദൈവമക്കളാണ്, അതുകൊണ്ടാണ് ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് മാറ്റിയേക്കുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക, ഇപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു എന്നാണ് പിറവിക്കാലത്ത് ചെല്ലുന്നത്. പള്ളിക്കുദാശക്കാലത്താകട്ടെ അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളെ പങ്കുകാരാക്കുക, ആ കാലഘട്ടത്തിൻ്റെ ചൈതന്യവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഒരു മരിച്ചവരുടെ പ്രത്യേക ഒരു യാചനയുടെ ഒരു ഘടകം ഉള്ളത് കൊണ്ടും കൂടിയാണ് ഈ നവീകരിച്ച കുർബാനയുടെ സമയത്ത് ഇങ്ങനെ 3 സ്ഥലത്ത് ഇപ്രകാരം മാറ്റം വരുത്താതിരുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം ഒരേ രീതിയിലാക്കി ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ, മാർനെസ്രാഹാം അലയിൻ എന്നുള്ളതിൻ്റെ വിവർത്തനമാണ് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അങ്ങനെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഏതാ? നെസ്തോറിയസ്, നെസ്തോറിയസും തേതോറും. അതെന്താന്ന് നാളെ പറയാം. ഇപ്പോൾ 2 ഞാൻ പറഞ്ഞില്ലേ 3 കുദാശക്രമങ്ങളുണ്ടെന്നാ. മാറദായി മാറി മാർ തേതോർ മാർ നെസ്തോറിയസ്. അങ്ങനെ 3 പേരുകളിലാണ് നമ്മുടെ കുദാശക്രമങ്ങൾ അറിയപ്പെടുന്നത്. 3 സഭാപിതാക്കന്മാരുടെ പേരുകൾ. അത് പോവും. അല്ലെങ്കിൽ പിന്നെ ചിലർക്കൊക്കെ ഉറക്കം വന്നു തുടങ്ങി. അല്ലെങ്കിൽ നമുക്ക് നിർത്താം അല്ലേ? അപ്പോൾ ഒരു പ്രാർത്ഥനയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നാളത്തെ കുർബാന എങ്ങനെയാണെന്ന് എന്നോട് പറഞ്ഞു.